സംസ്ഥാനത്ത് അതിതീവ്ര മഴ കുറഞ്ഞെങ്കിലും മഴ തുടരുന്നു. മലപ്പുറത്തും കണ്ണൂരുമായി ഒഴുക്കിൽപ്പെട്ട് 2 പേർ മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടർ തുറന്നു. കണ്ണൂർ പാട്യം മുതിയങ്ങ സ്വദേശി നളിനിയാണ് വ്യാഴാഴ്ച രാവിലെ വീടിന് സമീപത്തെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടത്. 2 ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് മീൻ പിടിക്കുന്നതിനിടെ മലപ്പുറം പരിയങ്ങാട് സ്വദേശി അബ്ദുൽ ബാരിയെ കാണാതായത്. ഇന്ന് ഉച്ചയ്ക്കാണ് മൃതദേഹം കണ്ടെത്തിയത്. ശക്തമായ മഴയും വെള്ളക്കെട്ടും കാരണം കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 70ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് ഇടവിട്ട് ശക്തി കുറഞ്ഞ് മഴ പെയ്യുകയാണ്. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 43 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള വിലങ്ങാടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിലുള്ളത്. കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോടും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചില സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 ഷട്ടർ 5 സെന്റിമീറ്റർ ഉയർത്തി. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ദേശീയപാതയിൽ ചട്ടഞ്ചാൽ മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതും ആശങ്കയായി. നിർമ്മാണം പൂർത്തിയാവാത്ത മേൽപ്പാലത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വിള്ളൽ കണ്ടെത്തുകയായിരുന്നു. അതേസമയം തൃശൂർ ജില്ലയിൽ കനത്ത മഴയിൽ 100-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. 4 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. മീഡിയ 1 കോഴിക്കോട്.